നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ സ്വന്തം മാതാപിതാക്കളുടെ പോലും ക്രൂരത കാണിക്കുന്ന യുവാക്കൾ. തിരുവനന്തപുരം വെള്ളറടയിൽ മകൻ അമ്മയെ തീ കൊളുത്തിക്കൊന്നത് കഞ്ചാവ് ലഹരിയിലാണ്. 60 വയസ്സുകാരി നളിനിയാണ് മരിച്ചത്. മകൻ മോസസ് ബിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നളിനിയെ മകൻ വീടിനുള്ളിൽ കെട്ടിയിട്ട് തീ കത്തിക്കുകയായിരുന്നു. ഇയാൾ പീഡനക്കേസിൽ ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അവന്റെ അനിയൻ കാപ്പി വാങ്ങിച്ചപ്പോഴാണ് സംഭവം പുറത്ത് കാണുന്നത്. ജവനിതലം നേരത്തെ മാനസികമായിട്ട് കട്ടളയൊക്കെ വെട്ടി ഇടിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യണ തന്നെ. അയാളെ പയ്യനെ ഇനി കയറ്റൊന്നുമില്ല. അത് കാലത്ത് കാപ്പി കൊണ്ടുവന്നപ്പോഴാണ് ഇത് കണ്ടത്. വെട്ടോത്തിയും വെച്ചോണ്ട് കിണ്ടി നീക്കി വെച്ചു കൊടുക്കണം. ഇന്ന് രാവിലെ അവന്റെ അനിയൻ കാപ്പി കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ ഈ സംഭവങ്ങളെല്ലാം കണ്ടത്. അപ്പോഴേ എന്നെ ഉടനെ പോലീസിനെ അറിയിച്ച് അവർ വന്ന് ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ സ്ഥിരം അടിയും വെള്ളമൊക്കെ തന്നെ കേസിലെ പ്രതിയാണ്. പീഡന കേസിൽ അവൻ്റെ മോളെ തന്നെ എന്ന് പറയുന്നു. അതിൻ്റെ അകത്തായിരുന്നു. അതിൽ വെളിയിൽ വന്ന് പാർട്ടിയാണ്. ഇവിടെ സ്ഥിരം വെള്ളം കേൾക്കാറുണ്ട്. ഇവിടെ അയൽവാസി അവരൊക്കെ എന്ന് പറയുന്നുണ്ട്. വൈകുന്നേരം ചില ദിവസം അടിയൊക്കെ കൊടുക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇന്ന് രാവിലെ തലസ്ഥാനത്ത് നിന്നും വന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണിത്. സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഇപ്പോൾ പതിവായി നമ്മൾ കേൾക്കാറുള്ളതാണ്. മദ്യലഹരിയിലും കഞ്ചാവ് ലഹരിയിലും യുവാക്കൾ സ്വന്തം മാതാപിതാക്കളോട്, പ്രത്യേകിച്ചും അതിൻ്റെ ഇരകളാകുന്നത് കൂടുതലും അമ്മമാരാണ്. ഈ നളിനി എന്ന അമ്മയെ ഈ മകൻ ഈ രീതിയിൽ ക്രൂരമായി, അതായത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത, നമ്മൾ ഇതുവരെയും ഇത്തരം ഒരു ക്രൂരതയെക്കുറിച്ച് ഈ സമീപകാലത്ത് കേട്ടിട്ട് പോലുമില്ല. അമ്മയെ തീ കൊളുത്തിക്കൊന്ന മക്കളെക്കുറിച്ച് എന്താണ് ഇത്തരം ഒരു പ്രകോപനത്തിലേക്ക്, ഈ ഒരു കൊലപാതകത്തിലേക്ക് നീങ്ങാനുള്ള കാരണം വിനോദ്? സ്ത്രീയൊക്കെയും കൊലപ്പെടുത്തി കത്തിച്ച ഒരു സംഭവം, അത് കേഡൽ ജെൻസൺ രാജ വളരെയധികം മാനസികമായ അസ്വാസ്ഥ്യം, ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോവുകയും അവിടെ നിന്ന് ഈ മന്ത്രവാദമൊക്കെയും പഠിച്ച് തിരികെ വരുന്നു. അത് വീട്ടിൽ തന്നെ പ്രയോഗിക്കുന്നു. അങ്ങനെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവം ഇപ്പോഴും കേഡൽ ജയിലിൽ കഴിയുകയാണ്. സമാനമായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ വെള്ളറടയിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നത്. അവിടെ മാതാവിനെ കത്തിച്ച് കൊലപ്പെടുത്തി. അത് പോലീസ് പറയുന്നത് കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ചതാണോ അല്ലെങ്കിൽ ജീവനോടെ കത്തിച്ചതാണോ, ഇതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. ഈ സ്ഥിരമായി ഈ വീട്ടിൽ ബഹളം നടക്കുന്നതായതുകൊണ്ട് തന്നെ അയൽവാസികളൊന്നും എത്തിയിരുന്നില്ല. ഇതിലെ പ്രതി മോസസ് ജയൻ എന്ന ആളാണ്. ഇതിൽ 37-കാരനാണ് പ്രതി. അമ്മയെ, നിർമ്മലയെ, 62 വയസ്സുകാരി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ മോസസിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഈ വീടിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വീടിന് ജനലുകളോ കട്ടിളയോ ഒന്നുമില്ല. കാരണം ഈ വീട് നിർമ്മിച്ച ശേഷം ഇയാൾ തന്നെ ഈ ജനാലകളും വാതിൽ പടിയുമൊക്കെയും വെട്ടിപ്പൊളിച്ച് ഇത് വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ പിന്നീട് വെക്കുന്നത് കത്തിച്ചു കളയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. പോക്സോ കേസിൽ നേരത്തെ റിമാൻഡിലായിരുന്നു. അതിനുശേഷം ജാമ്യത്തിലിറങ്ങി. ഇയാളുടെ ഭാര്യയും മകളും പിണങ്ങി താമസിക്കുകയാണ്. ഈ വീട്ടിൽ അമ്മയും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. നിരന്തരം ഈ അമ്മയെ മർദ്ദിക്കുമായിരുന്നു എന്ന മൊഴിയാണ് നാട്ടുകാർ നൽകുന്നത്. വളരെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള, ലഹരി ഉപയോഗിച്ച് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു. പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിലല്ല, അമ്മയെ നേരത്തെ തന്നെ മർദ്ദിക്കുന്ന ആളാണ്. വീട് ഇങ്ങനെ വെട്ടിപ്പൊളിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. നേരത്തെയും ഇങ്ങനെ തീ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കൊലപാതകം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി നടക്കുന്നു. ഇന്ന് രാവിലെ ഇളയ മകൻ, ഈ മരിച്ച നിർമ്മലയുടെ ഇളയ മകൻ പ്രഭാത ഭക്ഷണവുമായി അമ്മയ്ക്കരികിലേക്ക് എത്തുകയാണ്. ഈ മകനെ മൂത്ത മകൻ മോസസ് വീട്ടിലേക്ക് കയറ്റാറില്ല. പക്ഷേ ഇദ്ദേഹം വരികയും ഭക്ഷണം കൊടുക്കുകയും പലപ്പോഴും സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അനിയനും ജ്യേഷ്ഠനും തമ്മിൽ. പക്ഷേ അമ്മയ്ക്കുള്ള ആഹാരവുമായി ആ ഇളയ മകൻ സ്ഥിരമായി എത്താറുണ്ട്. ഇന്നും അങ്ങനെ എത്തുമ്പോൾ വീടിനുള്ളിൽ നിന്ന് തീ പടരുന്നത് കാണുകയായിരുന്നു. വീടിനുള്ളിൽ തീ പടരുകയും അവിടെ നിന്ന് പുക വരുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഈ മൂത്ത ജ്യേഷ്ഠനെ നോക്കുമ്പോൾ ഈ തീ ഉയരുന്ന ഭാഗത്ത് തന്നെ ഇരുമ്പ് കഷ്ണങ്ങൾ, കയ്യിൽ 2 ഇരുമ്പ് കഷ്ണങ്ങൾ വെച്ച് അത് തമ്മിൽ അടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. മറ്റാരെയും
അവിടെ അടുപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ചെന്നവരെല്ലാം ഭയപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് ഈ ഇളയ മകൻ നാട്ടുകാരെ അറിയിക്കുകയും അവർ പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ബലമായാണ് ഇയാളെ മോസസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നേരത്തെയും ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റി, അതായത് വീട്ടിൽ തന്നെ പലതവണ ബഹളമുണ്ടാക്കുന്ന രീതി ഉണ്ടായിരുന്നു. സാമൂഹ്യ വിരുദ്ധ ശല്യം, മദ്യപിച്ചും മറ്റ് കഞ്ചാവും ഉപയോഗിച്ച് നാട്ടുകാർക്കിടയിലും ബഹളമുണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നിർമ്മലയുടെ ഭർത്താവ് മരിച്ചിരുന്നു. വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ മോസസ്, ഈ പ്രതി, കൊലയാളി എന്നതാണ് പോലീസ് നൽകുന്ന വിവരം, അല്ലേ വിനോദ്? കാരണം നമുക്കറിയാം, ഈ നാട്ടുകാരുടെ ചില പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായത് പീഡനക്കേസിലടക്കം ഈ മോസസ് പ്രതിയായിരുന്നു എന്നാണ്. മുൻപ് ഇത്തരം കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ ഇയാൾ? നേരത്തെയും ഈ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കൊലപാതകം പോലൊരു സംഭവം ആദ്യമാണ്. നേരത്തെ പോക്സോ കേസിൽ ഉൾപ്പെട്ടിരുന്നു. ആ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. ഈ വീട്ടിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ടോം, ആ വീട്ടിൽ എത്രമാത്രം അതിക്രമം ഈ പ്രതി കാണിച്ചിരുന്നു എന്നത്. ആ വീടിന് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പല ഭാഗത്തും ജനാലകളും അല്ലെങ്കിൽ വാതിൽപ്പടികളും ഒന്നുമില്ല. ഇതെല്ലാം തന്നെ ഇയാൾ വെട്ടിപ്പൊളിച്ചതാണ്. പലപ്പോഴും ഇങ്ങനെ വെട്ടിപ്പൊളിക്കുന്ന വസ്തുക്കൾ വിൽക്കുകയോ അല്ലെങ്കിൽ വീട്ടിന്റെ പരിസരത്ത് തന്നെ കത്തിക്കുകയോ ചെയ്യും. മറ്റാരെയും വീട്ടിലേക്ക് വരാൻ അനുവദിച്ചിരുന്നില്ല. അമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെയും ആ വീട്ടിൽ നിന്ന് നിലവിളി ഉയർന്നിരുന്നു. ഈ അമ്മയുടെ നിലവിളി ഉയർന്നിരുന്നു. ഇത് സ്ഥിരമായിരുന്നു. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഈ ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ട് തട്ടുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം വരുമ്പോൾ നാട്ടുകാർ വിചാരിച്ചത് സാധാരണ ആ വീട് വെട്ടിപ്പൊളിക്കുന്നത് പോലെ ഇയാളത് വെട്ടിപ്പൊളിക്കുകയാണ് എന്ന നിലയിലാണ്. പിന്നീടാണ് ഇളയ സഹോദരൻ അവിടേക്ക് വരികയും ഭക്ഷണം കൊണ്ടുവരുമ്പോൾ വീടിനുള്ളിൽ തീ പടരുന്നത് കാണുകയും ചെയ്യുന്നത്, തീ കത്തുന്നത് കാണുകയും ചെയ്യുന്നത്. തുടർന്ന് നാട്ടുകാരെ വിളിച്ചു വരുത്തുകയും പോലീസ് അവിടേക്ക് വരികയും ചെയ്തു. അപ്പോഴാണ് ഈ അമ്മയെ കത്തിച്ച വിവരം, അത് ജീവനോടെ കത്തിച്ചതാണോ കൊലപ്പെടുത്തി കത്തിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ ഫോറൻസിക് പരിശോധന കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാകൂ. 2 കാലുകളും കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. ഈ കാലുകൾ കത്തിയിരുന്നില്ല. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം കത്തി നശിച്ചിരുന്നു. ഇയാൾക്ക് ഒരു ഭാവഭേദവുമില്ലായിരുന്നു. ഇങ്ങനെ ഈ മൃതദേഹം കത്തിക്കുമ്പോൾ അവിടെ അത് കത്തുമ്പോൾ തൊട്ടടുത്ത് നിന്ന് തന്നെ 2 ഇരുമ്പ് കഷ്ണങ്ങൾ കയ്യിൽ വെച്ച് ശബ്ദമുണ്ടാക്കി അയാൾ അവിടെ നിൽക്കുകയായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ മറ്റാരെയും അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. നേരത്തെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് മകളും ഭാര്യയും ഇവിടെ നിന്ന് പിണങ്ങിപ്പോയിരുന്നു. അതിനുശേഷം അമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇളയ സഹോദരൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ ഭക്ഷണവുമായി വന്നപ്പോഴാണ് ഇക്കാര്യം അറിയുന്നത്. നേരത്തെയും ഈ അമ്മയെ ഇങ്ങനെ മർദ്ദിച്ചിരുന്നു എന്നതാണ് ടോം. അവിടെയാണ് ഈ നാട്ടുകാരും മറ്റ് ബന്ധുക്കളുമൊക്കെയും അവിടെ ഒരു ഇടപെടൽ നടത്തിയോ എന്ന സംശയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റകരമായ അല്ലെങ്കിൽ സമൂഹം ഇടപെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടും അങ്ങനെ ഒരു ഉത്തരവാദിത്വം നിറവേറ്റിയോ എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഒരു സ്ത്രീയാണ്. വലിയ ഭയം തോന്നുന്നത്. കാരണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, വീടിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത് വലിയ ഭയം തോന്നുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ആ അമ്മ ഇത്രയും നാൾ ഈ മകനൊപ്പം, ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മകനൊപ്പം ജീവിച്ചിരുന്നതെന്ന് നേരത്തെ വിനോദ് സൂചിപ്പിച്ചു. ഭാര്യയും മകളും ഇയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വീട് വിട്ടിറങ്ങിപ്പോകുന്നു. ഇതിനു മുൻപും അമ്മയ്ക്ക് നേരെ ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുന്നു. ഈ അമ്മ ഒരിക്കൽ പോലും പോലീസിലോ മറ്റോ യാതൊരു പരാതിയുമായി സമീപിച്ചിരുന്നില്ലേ? നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായിരുന്നില്ലേ? ഈ സാമൂഹ്യ വിരുദ്ധ ശല്യവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നേരത്തെ പിടിയിലാകുന്നതും അതിന്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നതും. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും കുറ്റകൃത്യം ചെയ്യുന്നത്. ടോം, നമ്മൾ അത് കാണണം. ആ വീട് നമ്മൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഒരു ഭീതിതമായ അവസ്ഥയാണ് ആ വീടിന്. ആ വീടിനുണ്ടായിരുന്ന ജനാലകളും കട്ടളയും ഒക്കെയും വെട്ടിപ്പൊളിച്ച് സ്ഥിരമായി അങ്ങനെ വീണ്ടും അത് ആരെങ്കിലും മാറ്റിവെച്ചാൽ, സഹോദരനോ മറ്റോ മാറ്റിവെച്ചാൽ വീണ്ടും അത് നശിപ്പിച്ച് അങ്ങനെ എപ്പോഴും ക്രിമിനൽ സ്വഭാവം ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുന്ന ഒരാൾ അവിടെ ഒരു അമ്മയ്ക്ക് അവിടെ കഴിയേണ്ടി വന്നു എന്നതാണ്. 62 വയസ്സുകാരിയാണ്. ഭർത്താവ് മരിച്ച് 2 വർഷം കഴിയുന്നു. അമ്മയും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാർ പറയുന്നത് എല്ലാ ദിവസവും മിക്കവാറും അവിടെ നിന്ന് വൈകുന്നേരമാകുമ്പോൾ ഈ പ്രതി അവിടെ എത്തുമ്പോൾ അമ്മയെ മർദ്ദിക്കാറുണ്ട്. അവിടെ നിന്ന് നിലവിളി ഉയരാറുണ്ട്. ഈ വീട് തകർക്കുന്ന ശബ്ദം അത് പലപ്പോഴും അടിച്ചു പൊട്ടിക്കലുകളാണ്. ഇതിന്റെ ശബ്ദം പലപ്പോഴും കേട്ടിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇത് ശ്രദ്ധിച്ചില്ല എന്നതാണ്. സാധാരണ നിലയിൽ മർദ്ദിക്കും പോലെ മർദ്ദിക്കുന്നു, വീടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ തകർക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബഹളം അവിടെ കാണിക്കുന്നു, സാധനങ്ങൾ തല്ലി തകർക്കുന്നു, ഇത്തരം കാര്യങ്ങളാണ് എന്ന വിചാരം. ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണവുമായി ഇളയ മകൻ അവിടെ എത്തുമ്പോഴാണ് അമ്മയുടെ ശരീരം കത്തുന്നത് കാണുന്നത്. തുടർന്ന് നാട്ടുകാരെ വിളിച്ചറിയിക്കുകയും പോലീസ് വരികയും ഇയാളെ ബലമായി അവിടെ നിന്ന് പോലീസ് പിടികൂടിക്കൊണ്ട് പോവുകയുമായിരുന്നു. ഏതായിരുന്നാലും ഒരു ഞെട്ടിക്കുന്ന സംഭവം. നമ്മൾ പറഞ്ഞു, തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെയുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ അത് കേഡൽ ജൻസൺ രാജയുടെ ഒരു കേസാണ്. അത് തിരുവനന്തപുരം നഗരമധ്യത്തിലാണ്. അതിങ്ങനെ മന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആ നിലയിൽ വിദേശത്ത് പോവുകയും അവിടെ നിന്ന് ഇതെല്ലാം പഠിച്ചു എന്ന ഒരു രീതിയിൽ ഇവിടെ വരികയും സ്വന്തം വീട്ടിൽ തന്നെ മാതാപിതാക്കളെയും സഹോദരിയെയും ഒക്കെയും കൊലപ്പെടുത്തി അവരെ കത്തിക്കുന്ന ഒരു രീതി. ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോൾ അതാണ് ഈ സംഭവം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. പക്ഷേ ഇതിനെല്ലാം ഈ സ്ത്രീകൾ വലിയ തോതിൽ ഇരകളാകുന്നു. അല്ലെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഈ 62 വയസ്സുള്ള ആ അമ്മ, അവർക്ക് ഒരുപക്ഷെ ചെറുത്തു നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു അതിക്രമം മറ്റൊരിടവും ഉണ്ടാകില്ല പോകാൻ. ഒരുപക്ഷെ ഇളയ മകൻ്റെ സംരക്ഷണയിൽ പോയാൽ സ്ഥിരമായി ഈ മൂത്ത മകൻ ബഹളമുണ്ടാക്കുന്നു, ഇളയ മകനെ ഈ വീട്ടിലേക്ക് പോലും അടുപ്പിക്കുന്ന ഒരു രീതിയില്ല. അങ്ങനെയൊക്കെയും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അമ്മ, ആ അമ്മയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ടോം. മോഡലും നടിയുമായ ജിപ്സം ബീഗം എന്ന യുവതിയുടെ സോഷ്യൽ മീഡിയയിൽ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും അയച്ചു കൊടുത്ത മുക്കം സ്വദേശി നിശാന്താണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പോലീസ് കഴിഞ്ഞ ദിവസമാണ് മുക്കത്ത് നിന്ന് നിശാന്തിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നിശാന്തിനെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഒരു റെസ്റ്റോ കഫേയിൽ കോഫി കുടിക്കാനായി ജിപ്സം പോയതായിരുന്നു. ആ സമയത്ത് അതിന്റെ കോഫി കുടിച്ച ശേഷം പണം അടയ്ക്കാൻ വേണ്ടി ഗൂഗിൾ പേ വഴിയായിരുന്നു പണം അടച്ചത്. ആ ഗൂഗിൾ പേയിലെ നമ്പർ ഉപയോഗിച്ചാണ് നിശാന്ത് ജിപ്സത്തിന് മോശമായിട്ടുള്ള വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ അയച്ചു കൊടുത്തത്. ആദ്യം തന്നെ ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ ജിപ്സം ഒന്ന് പരിഭ്രമിച്ചു. കാരണം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. ആദ്യം ഈ നിശാന്ത് വാട്സപ്പിൽ കുറച്ച് മെസ്സേജ് അയച്ചു. അതിനുശേഷം റെസ്പോൺസ് ഒന്നും ഇല്ലാതായപ്പോഴാണ് ഒറ്റത്തവണ മാത്രം കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മോശം വീഡിയോ അയച്ചു കൊടുത്തത്. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ജിപ്സം ആകെ ഞെട്ടിപ്പോയി. പിന്നീട് വീണ്ടും ഇയാൾ അശ്ലീലമായ മെസ്സേജുകൾ അയച്ചു. ഈ സമയത്ത് ആരാണ് എന്താണെന്നുള്ള ചോദ്യം വളരെ ദേഷ്യപ്പെട്ട് തന്നെയാണ് ജിപ്സം തിരിച്ച് നിശാന്തിന് മറുപടി അയച്ചത്. പക്ഷേ നിശാന്ത് ഇതിൽ അടങ്ങിയില്ല. വീണ്ടും ഇത്തരത്തിലുള്ളൊരു മോശം മെസ്സേജുകളും വീഡിയോകളും പലതവണ ആവർത്തി അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ജിപ്സം ഈ മെസ്സേജുകളും വീഡിയോകളും അടക്കം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ യുവാവിനെ, തനിക്ക് ഇത്തരത്തിൽ മോശം മെസ്സേജ് അയച്ച യുവാവിനെ അറിയുന്നവർ ദയവായി പറഞ്ഞു തരൂ, എനിക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാനാണെന്ന് ജിപ്സം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പിന്നീട് ഇൻഫോ പാർക്ക് പോലീസിന് പരാതി കൈമാറുകയും ചെയ്തു. ഇൻഫോ പാർക്ക് പോലീസ് ഈ പരാതി കേസെടുത്തു. ഈ റെസ്റ്റോ കഫേയിലെത്തി അന്വേഷിച്ചപ്പോഴാണ് അതിലെ ഒരു ജീവനക്കാരനാണെന്ന് മനസ്സിലാവുകയും ചെയ്തത്. ആ സമയത്ത് ഈ ജിപ്സം ഫേസ്ബുക്കിലൂടെ ഈ ദൃശ്യങ്ങൾ ഇടുന്നത് കണ്ട, ഈ ദൃശ്യവും തന്റെ ഫോട്ടോയും സഹിതം പബ്ലിഷ് ചെയ്തത് കണ്ട് തന്നെ നിശാന്ത് ഒളിവിൽ പോയിരുന്നു. പിന്നീട് സൈബർ സെല്ലിന്റെ അടക്കം സഹായത്തോടെയാണ് ജിപ്സത്തിന് പരാതിയെ തുടർന്ന് ഈ നിശാന്തിനെ പോലീസ് മുക്കത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത്. നിശാന്ത് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തന്റെ റെസ്റ്റോ കഫേയിലെ, കൊച്ചിയിലെ തന്നെ ഒരു റെസ്റ്റോ കഫേയിലെ ജീവനക്കാരനാണ്. അവിടെ ഗൂഗിൾ പേ കോഫി കുടിച്ച ശേഷം ഗൂഗിൾ പേ ചെയ്യാൻ വന്നതായിരുന്നു ഈ യുവതി. ആ സമയത്താണ് അവരുടെ നമ്പർ എടുത്ത് താൻ ഇത്തരത്തിലുള്ള മെസ്സേജുകളും അശ്ലീലമായിട്ടുള്ള വീഡിയോകളൊക്കെ അയച്ചു കൊടുത്തതെന്ന് നിശാന്ത് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ഇതിലേറെ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് പെൺകുട്ടികളായിക്കോട്ടെ, നമ്മളെല്ലാവരും കടകളിൽ പോകുന്നതാണ്, സാധനങ്ങൾ വാങ്ങാൻ നേരം ഗൂഗിൾ പേ ചെയ്യുന്നതാണ്.
അവിടെയൊക്കെ നമ്മൾ നമ്മുടെ നമ്പർ പലപ്പോഴും നമ്മൾ ഒരു സ്ഥാപനത്തിന് കൈമാറുന്നു, അല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങി കഴിയുമ്പോഴേക്കും വസ്ത്ര വ്യാപാര ശാലകളിലൊക്കെ പോയി നമ്മൾ ബില്ലിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ നമ്പർ ആവശ്യപ്പെടുന്നു, നമ്മൾ ആ നമ്പർ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിലൊക്കെ എത്രമാത്രം സുരക്ഷിതമുണ്ട് എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള നമ്പറുകൾ ഈ നിശാന്തിനെ പോലെ പലരും ഇത്തരത്തിലുള്ളൊരു ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പെൺകുട്ടികൾ പലപ്പോഴും കടകളിൽ പോയി ഇത്തരത്തിൽ നമ്പർ കൊടുക്കുമ്പോഴെങ്കിലും അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കേസ് നമ്മളെ അത്തരത്തിൽ പുനർചിന്തന നടത്തേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. കാരണം ഒട്ടും സേഫ് അല്ല. നമ്മൾ കൊടുക്കുന്ന നമ്പർ ആരുടെയൊക്കെ കൈകളിലാണ് പോകുന്നത്, അവരെങ്ങനെയൊക്കെയാണ് അതിനെ മിസ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫോണിലെ വിവരങ്ങൾ ഇവർക്ക് എടുക്കാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഇതിൽ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമായിരിക്കണം നമ്മൾ ഇത്തരത്തിലൊരു നമ്പർ കൈമാറേണ്ടതുള്ളൂ. കാരണം ഇത്തരത്തിലുള്ളൊരു സംവിധാനം, അതായത് നമ്മൾ നമ്പർ കൊടുക്കുന്നത് ഒരു സേഫ് ആയിട്ടുള്ള ഇടത്തിലാണെന്ന് ഒരിക്കലും കരുതരുത്. അത് തന്നെയാണ് ഇവിടെ ജിപ്സത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത്. അതോടൊപ്പം ഈ നിശാന്ത് ഇത്തരത്തിൽ ഈ നമ്പർ യൂസ് ചെയ്തതൊന്നും ഈ സ്ഥാപനത്തിലെ മറ്റ് ഉള്ളവരോ ഉടമസ്ഥരോ ഒന്നും അറിഞ്ഞിട്ടില്ല. അത്തരത്തിലാണ് ഈ ഗൂഗിൾ പേ ചെയ്യുന്ന നമ്പർ നിശാന്ത് അവിടെ നിന്നും എടുക്കുകയും പിന്നീട് ഇത്തരത്തിലൊരു മോശം മെസ്സേജ് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത്. ജിപ്സത്തിനെ പോലെ ഇത് പുറത്തേക്ക് വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ പോലീസിനെയൊക്കെ പരാതിപ്പെടാൻ എത്ര പേര് ധൈര്യപ്പെടുമെന്നാണ് അടുത്ത ചോദ്യം. കാരണം ഒരുവിധപ്പെട്ട സ്ത്രീകൾ ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായാൽ അവർക്കത് പുറത്തു പറയാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കാൻ പേടിയായിരിക്കും. പക്ഷേ ജിപ്സം ഇത്തരത്തിൽ താനൊരു മോഡലാണ്, താനൊരു പബ്ലിക് ഫിഗർ ആണ്. പക്ഷെ തനിക്കെതിരെ നേരിട്ട ഈ ഒരു ദുരനുഭവം പൊതുസമൂഹത്തിനോട് അല്ലെങ്കിൽ പോലീസിനോട് വന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചത് കൊണ്ടാണ് നിശാന്തിനെ പോലുള്ളവരെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞത്. പക്ഷേ ഇതുപോലെ ഇത്തരത്തിൽ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്ന പല സ്ത്രീകളും പേടിച്ച് ഇത് പുറത്ത് പറയാതിരിക്കുന്നു. പക്ഷെ അവരെയൊക്കെ പല രീതിയിൽ അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്നത് കൂടി നമുക്ക് അറിയാൻ കഴിയില്ല. പലപ്പോഴും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നവും അത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് പറയാൻ ഒരു നാണക്കേട് വിചാരിക്കുന്നു. ജിപ്സത്തെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ തന്നെ അവർക്കെതിരെ ഉണ്ടായ സൈബർ അറ്റാക്കും വലിയ രീതിയിലുള്ളൊരു സൈബർ അറ്റാക്കാണ് അവർക്കും നേരിടേണ്ടി വന്നത്. കാരണം ഒരു മോഡലാണ്, പബ്ലിക് ഫിഗർ ആണ്, നടിയാണ്. അപ്പോൾ അവരുടെ മോഡലിംഗിന്റെ തരത്തിലുള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലടക്കം ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിന് ജിപ്സ ബീഗം പോലീസിൽ പരാതിപ്പെട്ടു. നമ്മൾ ന്യൂസ് 18 ആദ്യം ജിപ്സ ബീഗത്തിന്റെ ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അവർ പരസ്യമായി പ്രതികരിക്കുന്നു. സമൂഹ മാധ്യമത്തിലൂടെയാണ് ജിപ്സ ബീഗം ആദ്യമായി തനിക്ക് അനുഭവപ്പെട്ട ദുരനുഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞത്. പിന്നീട് നമ്മളത് വാർത്ത ചെയ്തതാണ്. നമ്മൾ ചെയ്ത ആ വാർത്തയുടെ താഴെ കമന്റുകളടക്കം വന്നു. ഇവർക്ക് ഈ രീതിയിലൊരു ജിപ്സയുടെ വാർത്ത നമ്മളെ ന്യൂസ് 18 ആദ്യം പുറത്തുവിട്ടത്.
ആ സമയം മുതൽ, അതായത് ടോം ഈ വാർത്ത നമ്മൾ ഇത് വാർത്ത നൽകിയ ശേഷം നമ്മുടെ യൂട്യൂബിൽ വന്ന ഒരുപാട് കമന്റ്, ഇതെല്ലാം നെഗറ്റീവാണ്, ജിപ്സിക്ക് എതിരായിട്ടുള്ള കമന്റുകളാണ്. കാരണം അവർ പ്രധാനമായും പറയുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോസ്, ഈ യുവതി ഇടുന്ന സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോസ് എല്ലാം അശ്ലീലമായിട്ടുള്ള രീതിയിലല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു പെൺകുട്ടി വസ്ത്രം ധരിക്കേണ്ടത്, മോഡലാണെന്ന് വെച്ച് എന്ന് ചെയ്യാമോ എന്ന തരത്തിലുള്ള വളരെ ഇവരെ വ്യക്തിഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് അടക്കം നടത്തിയുള്ളൊരു കമന്റുകൾ പലപ്പോഴും ഈ യൂട്യൂബിൽ നമ്മുടെ ഈ വാർത്തയ്ക്ക് താഴെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ ഈ പെൺകുട്ടി, ഈ യുവതി ഇത്തരത്തിലല്ലേ വസ്ത്രം ധരിക്കുന്നത്, അത് കണ്ടാൽ ഏതാണാണ് അല്ലെങ്കിൽ ഏത് പുരുഷനാണ് ഇങ്ങനെ ചെയ്യാത്തത്, അയാൾ ചെയ്തതിൽ എന്താ തെറ്റെന്ന് അടക്കമുള്ള വളരെ മോശമായിട്ടുള്ള കമന്റുകൾ അതിലുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം, ടോം ഒരു സ്ത്രീയാണ്, അവർ പബ്ലിക് ഫിഗർ ആണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, വസ്ത്രധാരണ സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്ത്രീ അവരെ ഒരു മോഡലാണ്, അവരുടെ പ്രൊഫഷൻ അതാണ്. അത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അതിന് താഴെ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ അതിന് മറുപടിയായി അല്ലെങ്കിൽ ഇത്തരം ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ ഉള്ള ധൈര്യം ആർക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ സമൂഹം മാറുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും പൊതുവായിട്ട് ഉന്നയിക്കേണ്ട ഒരു കാര്യം. ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടാകേണ്ടി വരുന്നത്? ഒരു പുരുഷൻ ഇത്തരത്തിലൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോട്ടോ ഇട്ടാൽ എത്ര സ്ത്രീകളാണ് അതിന് പിന്നാലെ പോയി ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത്? എന്തായാലും ഈ ഒരു കാര്യം, ഈ ഒരു വിഷയം ജിപ്സിയെ എല്ലാവിധത്തിലും ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ് ജിപ്സിക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ അവർ തന്റെ ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് പോലീസിലേക്ക് പോയതും പിന്നീട് പോലീസിൽ നിന്നും ഒരു നീതി കിട്ടുന്നതും. എത്ര സ്ത്രീകളാണ് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായാൽ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പോലീസിൽ നിന്നും പൂർണ്ണമായി നീതി കിട്ടിയെന്ന് പറയാൻ കഴിയുമോ? കാരണം ഒരു മാസം മുൻപാണ് ഈ സംഭവം നമ്മളടക്കം വാർത്ത ചെയ്തത്. പരാതിയുമായി ജിപ്സ ബീഗം ഒരു മാസം മുൻപാണ് ഇൻഫോ പാർക്ക് പോലീസിനെ സമീപിച്ചത്. പക്ഷേ ഒരു മാസമായി, കാരണം കൃത്യമായ പ്രതിയുടെ ദൃശ്യങ്ങളടക്കം വന്ന് പുറത്തുവിട്ടതാണ്, മാധ്യമങ്ങളുടെ പുറത്തു വന്നതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം തുടക്കത്തിൽ തന്നെ ജിപ്സ ബീഗം അത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതുമാണ്. കാരണം ഇത്തരമൊരു, അതായത് ഒരു സ്ത്രീ, ഒരു പബ്ലിക് ഫിഗർ കൂടിയായിട്ടുള്ള, ഒരു നടി കൂടിയായിട്ടുള്ള ഒരു സ്ത്രീ പരസ്യമായി പ്രതികരിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടും ഈ വിഷയത്തിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നതൊരു വസ്തുതയല്ലേ? തീർച്ചയായിട്ടും തുടക്കത്തിൽ അങ്ങനെ ഒരു ആരോപണം ജിപ്സയും ഉന്നയിച്ചിരുന്നു. കാരണം തനിക്കുണ്ടായ ഈ സൈബർ അറ്റാക്കുകൾ അല്ലെങ്കിൽ തനിക്ക് നേരെ ഉണ്ടായ ഇത്തരത്തിലുള്ള ഒരു മോശം അനുഭവം പോലീസിൽ പരാതി നൽകിയപ്പോൾ പോലീസ് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല. അതിൽ തന്റെ ഭാഗത്ത് അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും വിധത്തിലൊരു കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ജിപ്സ ആദ്യമേ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് പോലീസ് ഈ പ്രതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പിന്നീട് സൈബർ സെല്ലിന്റെ അടക്കം സഹായം തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു സംഭവം അറിഞ്ഞ പിന്നാലെ തന്നെ പ്രതി കൊച്ചിയിൽ നിന്ന് മുങ്ങുകയും ചെയ്തു. പോലീസിന് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ ഒരു മറുപടിയാണ് ജിപ്സം ബീഗത്തിന് നൽകിയിരുന്നത്. പക്ഷേ പിന്നീട് വളരെ വൈകിയാണെങ്കിൽ പോലും പോലീസ് ആ പ്രതിയെ കണ്ടെത്തുകയും പിടികൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും സൈബർ സെല്ലിന്റെ അടക്കം സഹായം തേടിയാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടിയത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വലിയൊരു ദുരനുഭവമാണ് നടി ജിപ്സ ബീഗത്തിന് നേരെ ഉണ്ടായത്. ഒരു മാസം മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ, വാട്സാപ്പിലൂടെ അശ്ലീല ദൃശ്യങ്ങൾ, അശ്ലീല വീഡിയോകളടക്കം ഒരു യുവാവ് ജിപ്സ ബീഗത്തിന് അയച്ചു കൊടുക്കുന്നത്. പിന്നീട് പോലീസിൽ പരാതിപ്പെട്ടു. ഒരു മാസമായും പരാതി നൽകി ഒരു മാസം കഴിഞ്ഞ ശേഷമാണ് ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. ഗൂഗിൾ പേയിലൂടെ, അതായത് ജിപ്സ ബീഗം കടയിൽ പോയപ്പോൾ ഗൂഗിൾ പേയിലൂടെയാണ് ഈ പണം നൽകിയത്. അതിൽ നിന്നും ഗൂഗിൾ പേയിൽ നിന്നാണ് ജിപ്സ ബീഗത്തിന്റെ നമ്പർ എടുക്കുകയും പിന്നീട് വാട്സാപ്പിലേക്ക് അശ്ലീല സന്ദേശങ്ങൾ, അശ്ലീല വീഡിയോകളും അയച്ചു നൽകുകയും ചെയ്തത്. കടകളിൽ പോകുമ്പോൾ നമ്മളൊക്കെ ഈ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതാണ്. അതും വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.